ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കെ എസ് അനിൽ സാർ, ഈ അധ്യാപക ദേശീയ ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന മുൻ എം പി കൂടിയായ ശ്രീ കെ മുരളീധരൻ സാർ, മറ്റ് കൂടിയിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, ഇന്ന് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. യഥാർത്ഥത്തിൽ നാളെയാണ്. ഇന്ന് നമ്മൾ ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം ഇന്ന് പങ്കിടുകയാണ്. നമുക്കറിയാം, അധ്യാപക ദിനത്തെക്കുറിച്ചറിയാം. അധ്യാപകരായിട്ടുള്ളവരും കുട്ടികളും മറ്റും ഈ രാജ്യത്ത് സേവനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അധ്യാപകർ. അധ്യാപകരുടെ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. അത്രത്തോളം കേരളത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും മാതൃക കാണിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും ഞാൻ കടക്കുന്നില്ല. കാരണം എല്ലാവരും അറിയപ്പെടുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ കെ എസ് അനിലാണ്. നമ്മുടെ ജാലകം സാംസ്കാരിക സമിതിയുടെ പ്രസിഡൻ്റാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും, മികവാർന്ന പ്രവർത്തനങ്ങളിൽ എത്തിച്ചേരുകയും ആ പരിപാടികളെല്ലാം വിജയിപ്പിക്കുന്നതിന് മുൻകൈ എടുക്കുന്ന ശ്രീ കെ എസ് അനിൽ സാറിനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാന്യനും ആദരണീയമായ, നമുക്കിന്ന് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്, കെ മുരളീധരൻ സാർ. സാറിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയുന്നതിന് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇന്നും ഈ അധ്യാപന ദിനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അന്ന് ചിത്രകലയിൽ കരുണാകരൻ സാറ് ചിത്രകലയിൽ പോലും ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ള ആളായിരുന്നു. അന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്നതിനുമൊക്കെ വളരെയധികം അഭികാമ്യമായിരുന്നു. പിന്നീട് അദ്ദേഹം INTC തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുനിന്നുള്ള ആ പടികളിൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്നും ഓടിച്ചാടി പടികേറുന്ന ഒരു വ്യക്തി, അത് നമ്മളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയാണ് കെ മുരളീധരൻ സാർ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് ദേശീയ അധ്യാപകന ദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ചിത്രകാരൻ എന്നുള്ള രീതിയിൽ പോലും വളരെയധികം അറിയപ്പെടുന്ന ആളായിരുന്നു കരുണാകരൻ സാർ. അത്തരത്തിലുള്ള മഹത് വ്യക്തിയുടെ മകൻ എന്ന് പറയാം, മുൻ MP യും മുൻ മന്ത്രിയുമായ കെ മുരളീധരൻ സാറിനെ നമുക്കിവിടെ കിട്ടിയത് വലിയ ഭാഗ്യമായി കാണുന്നു. അദ്ദേഹത്തിന് ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ MR ഗോപൻ സാറാണ്. അദ്ദേഹം നമ്മുടെ കൗൺസിലറാണ്. മാത്രമല്ല പല മണ്ഡലങ്ങളിലും, നേമത്തായാലും പൊന്നുമംഗലത്തായാലും പല മണ്ഡലങ്ങളിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും ഉള്ള ആളാണ്. ജനപരമായ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തത് നമുക്കറിയാം, പ്രൊഫസർ കാർത്തികേയൻ സാറിനെ കുറിച്ച് അറിയാവുന്നതാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു. വളരെയധികം നിസ്തുലമായ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടും ആൾക്കാർക്ക് വേണ്ടി പ്രകാശനങ്ങൾ നടത്തിയിട്ടുമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളെല്ലാം അറിയാവുന്നവർക്കെല്ലാം അറിയാം. അദ്ദേഹത്തിനെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഗിരിജ പ്രസാദ് നമുക്കറിയാവുന്നതാണ്. മികച്ച അധ്യാപികയും സാമൂഹ്യ സേവന രംഗത്തെ വിസ്മയമായ ഗിരിജ ടീച്ചർ മുണ്ടക്കയത്ത് 1978 സ്ഥാപിതമായ AGM എന്ന പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിധിവരെ ആതുര രംഗത്തുള്ള ഈ വിദ്യാർത്ഥിനികളുടെ ആശാകേന്ദ്രം കൂടിയാണ്. കൈരളി ചാനലിൻ്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം, ന്യൂസ് നെറ്റ്വർക്കിൻ്റെ OMB പുരസ്കാരം, മുൻ SNDP 52 നമ്പർ ശാഖയുടെ പ്രസിഡന്റ്, ഹൈറാഞ്ച് യൂണിയൻ്റെ വനിതാ സംഘം വൈസ് പ്രസിഡന്റ്, ശ്രീ നാരായണ പ്രസ്ഥാനങ്ങളുടെ അടിയുറച്ച പ്രചാരക. ഈ വിശേഷങ്ങളെല്ലാം ചേർന്ന് കൊല്ലംപറമ്പിൽ ശ്രീ KS കേശവൻ്റെയും ശ്രീമതി ചാലമ്മയുടെയും ഗിരിജാ പ്രസാദ് കൂടിയായ ഗിരിജ ടീച്ചറിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പാപ്പനംകോട് അജയൻ കുമാറാണ്. CPIയുടെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. മാത്രവുമല്ല എല്ലാ മേഖലകളിലും, പാപ്പനംകോടായാലും ഏരിയയിലായാലും ജില്ലയിലായാലും CPIയുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പാപ്പനംകോട് അജയകുമാറിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ 4ഓളം പേരെ ആദരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അതിനകത്ത് കാരണം 3 പട്ടാളക്കാർ തന്നെയുണ്ട്. പട്ടാളക്കാരാവാൻ കാരണം ഞാനൊരു പട്ടാളക്കാരനാണ്. കാർഗിൽ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഞങ്ങളെല്ലാം 17-18 വയസ്സിനകത്ത് നമ്മൾ പട്ടാളത്തിൽ പോകും. അവിടെ പോയിട്ട് നമ്മൾ അധ്യാപക ദിനം മാത്രമല്ല, ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ 17, 18, 22 വയസ്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് സൈന്യത്തിലും ബോർഡറിലും ഒക്കെ ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ വിദ്യാർത്ഥികളായിട്ടും അധ്യാപകരായിട്ടുമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അവരെയും നമ്മൾ ഇന്ന് ആദരിക്കുന്നുണ്ട്. അത് ഒന്ന് നാരായണൻ സാറുണ്ട്, ഒന്ന് കാട്ടാക്കട രവി സാറുണ്ട്, തമ്പി സാറുണ്ട്, ഒന്ന് പോത്തങ്കോട് മുരളിയണ്ണനുണ്ട്. കൂടാതെ ഇതിൽ ആദരിക്കുന്നതിലുള്ളതാണ് നേരത്തെ പറഞ്ഞ ഗിരിജാ പ്രസാദ് മേഡം. ഒപ്പം അമൽ സനാതനം ഉണ്ട്. അദ്ദേഹത്തിന് പിന്നീട് പറയുന്നതായിരിക്കും. ഡോക്ടർ ജയകുമാർ തന്ത്രി ഉണ്ട്.
എന്നിവരെല്ലാവരും ഉണ്ട്. എന്തായാലും ഈ സംഘടനയെ സജീവമാക്കാൻ, ഈ പ്രത്യേകിച്ച് അധ്യാപക ദിനത്തെ നമ്മൾക്ക് ഓർക്കാൻ, നമുക്ക് ഓർമ്മ വരുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ നല്ല രീതിയിലുള്ള രണ്ട് വാക്കുകൾ കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് അത് കൂടുതൽ ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, കൂടാതെ ഡോക്ടർ ജയകുമാർ തന്ത്രി സാറും ഉണ്ട്, എല്ലാവരെയും ആത്മാർത്ഥമായി ഞാൻ ഈ സംഘടനയുടെ പേരിൽ, അതായത് മലയാളം നെറ്റ്വർക്സിൻ്റെ പേരിലും ജാലകം സാംസ്കാരിക സമിതിയുടെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാന്യനും ആദരണീയനുമായ ഇന്നത്തെ ഉദ്ഘാടകൻ ശ്രീ കെ മുരളീധരൻ, നമ്മളെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുൻ പ്രൊഫസർ, എൻ്റെ നാട്ടുകാരനും കൂടിയായ ശ്രീ കാർത്തികേയൻ നായർ, മുഖ്യ പ്രഭാഷണത്തിനിവിടെ എത്തിയിരിക്കുന്ന നഗരസഭാ പ്രതിപക്ഷ നേതാവ് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ എം.ആർ. ഗോപൻ, പ്രിയപ്പെട്ട ഡോക്ടർ ഗിരിജ പ്രസാദ്, ശ്രീ CPIയുടെ ഈ ജില്ലയുടെ സെക്രട്ടേറിയറ്റ് അംഗമായ ശ്രീ രാധാകൃഷ്ണൻ, മറ്റ് സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ ചാരിതാർത്ഥ്യത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്നത്തെ ഈ അധ്യാപക ദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് എന്ന് പറയുന്നത് ഇന്നത്തെ തുടക്കം. നാളെ ദേശീയ അന്തർദേശീയ അധ്യാപക ദിനമാണ്. ഇന്ന് തൊട്ട് ഒരു മാസക്കാലം അധ്യാപക ദിനമായി ആചരിക്കുന്ന ഒരു മാസം കൂടിയാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ഓർമ്മ നിലനിർത്തിയാണ് 1962 ലോകത്ത് ഒരു അധ്യാപക ദിനമായി ഇതിനെ രൂപവൽക്കരിച്ചത്. അധ്യാപകരെപ്പറ്റി എന്നും നിസ്വാർത്ഥതയോടെ കുട്ടികളെ പഠിപ്പിക്കുകയും അവരെ ഉന്നതിയിലെത്തിക്കുന്നതിനും മറ്റെല്ലാ ഉദ്യോഗതലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥയായി നിൽക്കുന്നത് അധ്യാപകരാണെന്നുള്ള തിരിച്ചറിവും അതിൽ നിന്നുണ്ടായി. ശ്രീ ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയിലും വിദേശത്തും ഒട്ടേറെ സർവകലാശാലകൾ പ്രൊഫസറാവുകയും ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിലും മറ്റ് പല ഭാഷകളിലും ബഹുഭാഷാ പണ്ഡിതനായും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ 62ാമത് അധ്യാപക ദിനം ഉദ്ഘാടനം ചെയ്യാൻ എൻ്റെ ഏറ്റവും ബഹുമാന്യനും കേരളത്തിൽ അറിയപ്പെടുന്നതെന്ന് പറയുന്ന കാരണം KPCC പ്രസിഡൻ്റായിരുന്ന കാലം, MP ആയിരുന്ന കാലം, മന്ത്രിയായിരുന്ന കാലം, MP ആയിരുന്ന കാലം നിങ്ങൾക്കറിയാം. തൻ്റെ ഇടത്തോടുകൂടി പിന്നെ എന്തു പറയാൻ, കുടുംബത്തെ ജനിച്ച, കുലീനത്വമുള്ള, തന്തയ്ക്ക് ജനിച്ച തൻ്റെ ഇടമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ട് എങ്കിൽ അത് കെ മുരളീധരൻ തന്നെയാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം ഞാനിത് ഉദ്ഘാടനം ചെയ്യാൻ സാദരം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, ജാലകം സാംസ്കാരിക വേദിയുടെ പ്രസിഡൻ്റ് കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ KS അനിൽ അവറുകളെ, ഇന്ന് സ്വാഗതം ആശംസിച്ച ശ്രീ ശാന്തിവിള പത്മകുമാർ, ഡോക്ടർ S. രാധാകൃഷ്ണൻ അനുസ്മരണം ഇവിടെ നിർവഹിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ കൂടിയായ പ്രൊഫസർ കാർത്തികേയൻ നായർ, നഗരസഭയിലെ BJPയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയായ M.R. ഗോപൻ, ശ്രീ പാപ്പനംകോട് അജയൻ, ശ്രീ S. വിജയനാഥ്, ഡോക്ടർ ഗിരിജ പ്രസാദ്, ആനത്താൻ രാധാകൃഷ്ണൻ, പ്രിയപ്പെട്ട മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഡോക്ടർ S. രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നമ്മൾ അധ്യാപക ദിനം ആചരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി
ഏതാണ്ട് 10 വർഷക്കാലം അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയായിരുന്നു. പിന്നീട് 5 വർഷക്കാലം രാഷ്ട്രപതിയായിരുന്നു. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും അതിൻ്റെ എല്ലാ ഒരു ആദരവാണ് അദ്ദേഹത്തിലൂടെ മുഴുവൻ അധ്യാപകർക്കും നമ്മൾ നൽകുന്നത്. ഡോക്ടർ രാധാകൃഷ്ണനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അദ്ദേഹം എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ എന്നുള്ള നിലയിലുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇന്നത്തെ തലമുറയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പം നമുക്കറിയാം, കാലം മുന്നോട്ട് പോകും തോറും പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. ഒരുപക്ഷെ ഒരു 2 തലമുറ കൂടെ കഴിഞ്ഞാൽ എന്താണ് സ്വാതന്ത്ര്യ സമരം എന്ന് പോലും പുതിയ തലമുറയ്ക്ക് മനസ്സിലാവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലൊക്കെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്നതിൻ്റെ ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ നിന്നു. എന്താ കാരണം? ഇപ്പോൾ അധികം ആരും ഇല്ല. കാരണം 78 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അപ്പോൾ ഇന്ന് ആരെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞ് ആദരിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ അവരുടെ വയസ്സെത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനികളില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു മാറ്റം വരുത്തി പ്രായം ചെന്നവരെ ആദരിക്കുന്നൊരു ഏർപ്പാടാക്കി മാറ്റി. ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം ആദരിക്കുക, പ്രായം ചെന്നവരെ ആദരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചു. ശ്രീ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന കാലം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലമാണ്. പിന്നീട് ഇന്ദിരാഗാന്ധി വരെയുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധിയും വന്നപ്പോൾ അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഉപരാഷ്ട്രപതിയായിരുന്നപ്പോഴും ഉപരാഷ്ട്രപതിയായിരുന്ന 10 വർഷവും പണ്ഡിറ്റ് തന്നെയായിരുന്നു പ്രധാനമന്ത്രി. പിന്നീട് ആദ്യത്തെ 2-3 കൊല്ലം കൂടെ ഡോക്ടർ രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായി പ്രവർത്തിച്ചു. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ പറയുമ്പോൾ രണ്ടുപേരും, ഡോക്ടർ രാധാകൃഷ്ണൻ ഒരു കോൺഗ്രസിൻ്റെ തലപ്പത്ത് പ്രവർത്തിച്ച ആളൊന്നുമല്ല. എങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ അധ്യാപക രംഗത്തെ പാരമ്പര്യവും കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിയത്. അല്ലാണ്ട് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്ന് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേറ്റും ഭരിച്ചിരുന്ന കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നോമിനിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഉപരാഷ്ട്രപതിയായതും രാഷ്ട്രപതിയായത്. എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിലും ചില ഉരസലുകൾ ഉണ്ടായതായിട്ട് ചില ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, മുമ്പ് ഇലസ്ട്രേറ്റ് വീക്കിലിയിൽ ഞാൻ ഓർക്കുന്നത്, നമ്മുടെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച സമയത്ത് അന്ന് ഇലസ്ട്രേറ്റ് വീക്കിലിയിൽ നെഹ്റുവും ഡോക്ടർ രാധാകൃഷ്ണനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചും ഉണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ശ്രീ കാർത്തികേയൻ നായർക്ക് കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ പറയായിരിക്കും. അപ്പോൾ അന്ന് പിന്നെ ഈ ചാനലുകളൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് ഈ തമ്മിലടിപ്പിക്കാൻ ഉള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ വൈകുന്നേരത്തെ 9 മണിയുടെ ചർച്ചയെന്നും അതായനെ ഈ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തെ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചേനെ. അന്ന് ദൂരദർശനല്ല, ദൂരദർശൻ തന്നെ അന്ന് ശരിക്ക് വന്നിട്ടില്ല. അപ്പോൾ TV വേണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ചില ലേഖനങ്ങളിൽ വന്നിട്ടുണ്ട്. രാഷ്ട്രപതി ദർബാർ നടത്താൻ പോയപ്പോൾ രാഷ്ട്രപതി ഭവനിൽ അതൊന്നും രാഷ്ട്രപതിയുടെ ജോലിയല്ല എന്ന് നെഹ്റു പറഞ്ഞായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനിൽ വരുന്ന ചില ഫയലുകൾ നെഹ്റു തിരിച്ചയച്ചതായിട്ടും പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടും ലേഖനങ്ങളും നമ്മുടെ കയ്യിലില്ല. ഏതായാലും രണ്ടുപേരും തമ്മിൽ അത്ര സുഖത്തിലായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് 2ാം ടേം കൊടുക്കാതിരുന്നത്. കാരണം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യമായിട്ട് 2 ടേം ഇരുന്നത്. അദ്ദേഹം 52-ലും 57-ലും രാഷ്ട്രപതിയായി. ആ 2 ഘട്ടത്തിലും ഉപരാഷ്ട്രപതിയായിരുന്നത് ശ്രീ രാധാകൃഷ്ണനാണ്. പിന്നീട് ശ്രീ രാധാകൃഷ്ണൻ മാത്രമാണ് ഒറ്റ ടേമിൽ രാഷ്ട്രപതിയായിരുന്നത്. 2ാമത്തെ ടേം അദ്ദേഹത്തിന് കൊടുത്തില്ല.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അധ്യാപക ദിനം ആചരിക്കുമ്പോൾ ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികന് അധ്യക്ഷനും പറഞ്ഞതുപോലെ അധ്യാപകരെ ബഹുമാനിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മളിതിൻ്റെ ഈ അധ്യാപക ദിനം കൊണ്ട്. അത് ഡോക്ടർ രാധാകൃഷ്ണൻ അധ്യാപകനായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ അധ്യാപക ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ അധ്യാപകൻ എന്ന് പറയുമ്പോൾ കുടിപ്പള്ളിക്കൂടം വാദ്യാർ മുതൽ കോളേജ് പ്രൊഫസർ വരെ അധ്യാപകരുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. നമ്മൾ ആദ്യമായിട്ട് അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് നയിക്കുന്നത് അധ്യാപകരാണ്. നമ്മളെ നഴ്സറിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ മുതൽ കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ വരെ ഉള്ള ഒരു നീണ്ട നിരയാണ്. ഒരു അധ്യാപകരും വിദ്യാർത്ഥിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് പഠിപ്പിൻ്റെ കാലത്ത് മാത്രമല്ല, ബന്ധം എല്ലാ കാലത്തും ഉണ്ടാവും. ഒരു അധ്യാപകൻ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ആ റിട്ടയർ ചെയ്ത അധ്യാപകൻ്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ താൻ പഠിപ്പിച്ച കുട്ടികൾ നല്ല നിലയിലായി കാണുന്നു എന്ന് പറയുമ്പോൾ ആ മനസ്സ് സന്തോഷിക്കും. എന്നാൽ താൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി എങ്ങുമെത്താതെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും മറ്റും സഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുമ്പോൾ ആ മനസ്സ് വേദനിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, റിട്ടയർ ചെയ്താലും ആ ബന്ധം തന്നെയാണ്. ഞാനത് പറയാൻ കാരണം എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാനിവിടെ 2011 തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ കുറച്ച് പൗരപ്രമുഖരുമായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. ഇപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന ഒരാളിങ്ങനെ മുമ്പിൽ കസാലയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വളരെ പെട്ടെന്ന് എനിക്കൊരു മുഖപരിചയം പോലെ തോന്നി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്നെ 5 കൊല്ലം മാറിയാനിയസിൽ പഠിപ്പിച്ച സാറാണ്. അദ്ദേഹം മുമ്പിലിരിക്കുകയാണ്, സൈലൻ്റായിരിക്കുക. അപ്പം ഞാൻ ചെന്നിട്ട് ഔസഫ് സാറല്ലേ, ആ എന്നാ മറന്നിട്ടില്ല അല്ലേ ചിരിയോടുകൂടെ. പിന്നീട് ഞാൻ MLA ആയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് പോയി കാണും, ചില കല്യാണ വീട്ടിൽ വെച്ച് കാണും. 5 വർഷവും ഒരു MLA എന്നുള്ള നിലയിൽ MLA എന്നുള്ള നിലയ്ക്ക് ഒരു ശുപാർശയും സാറ് നടത്തി 5 വർഷം. രണ്ടാമത് ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ സാറിൻ്റെ 2 പേരക്കുട്ടികൾ പഠിക്കുകയാണ് പുറത്ത്, ചെന്നൈയിലും ഒരു കുട്ടി ബാംഗ്ലൂരിലും. സാറിൻ്റെ പെൻഷൻ തുകയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ആ 2 പേരക്കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചു. അത് സാറിന് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ താൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുമ്പോൾ അന്നാണ് ഞാൻ ഒരു അധ്യാപകൻ്റെ സന്തോഷം എന്തുമാത്രം ആണ് എന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അനുഭവിച്ച ഒരു ആളെന്നാൽ എനിക്ക് ഞാൻ പറയാം. അതിന് മറ്റൊരു പ്രധാന വശം കൂടിയുണ്ട്. ഞാനിവിടുന്ന് വടകര MP ആയി പോകുന്നതിൻ്റെ ആ 2 ദിവസം മുമ്പാണ് സാറ് മരണപ്പെടുന്നത്. അപ്പോൾ അതും ഒരു ബന്ധമാണ്. കാരണം മരിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട്. സാറിൻ്റെ അവിടെ അന്ത്യം അർപ്പിക്കാനൊക്കെ ഞാനുണ്ടായിരുന്നു. പിന്നെ ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ലോകത്ത് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അതായത് ഈ ഡെസിഗ്നേഷൻ മാറില്ല. ഇപ്പോൾ ഒരു 6 മാസം മുമ്പാണ് നിങ്ങൾ എന്നെ ഈ പരിപാടിക്ക് വിളിച്ചതെങ്കിൽ നിങ്ങൾ പറയും കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്നിപ്പോൾ പറഞ്ഞ് മുൻ MP ഉദ്ഘാടനം ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ പ്രൊഫസർ കാർത്തികേയൻ നായർ അദ്ദേഹം പഠിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പ്രൊഫസറാണ്. എന്താ ആ പേര് വന്നാൽ എന്നും ആ പേരാ, അല്ലാതെ മുൻ പ്രൊഫസർ എന്നാരും പറയില്ല, പ്രൊഫസർ. അതുപോലെ ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ ജോസഫ് മാഷ്, അത് സ്ഥിരം മാഷ. റിട്ടയർ ചെയ്താലും പറയുമ്പോൾ ജോസഫ് മാഷ്. റിട്ടയർ ചെയ്ത നമ്മുടെ പ്രിയ അധ്യാപകൻ ജോസഫ് മാഷ്. മരണപ്പെട്ടാൽ പറയും ജോസഫ് മാഷ് മരിച്ചു കേട്ടോ. 1 കൊല്ലം കഴിഞ്ഞ് അനുസ്മരണം കുടുംബം ജോസഫ് മാഷ 1ാമത്തെ ചരമവാർഷികമാണ്. പക്ഷേ കാർത്തികേയൻ നായർ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, ഇപ്പം അദ്ദേഹം മുൻ ഡയറക്ടറാണ്. പക്ഷേ അവിടെ മാത്രമേ മുന്നുള്ളൂ, പ്രൊഫസറിൽ മുന്നില്ല. അതാണ് ഒരു പഠിപ്പിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഡെസിഗ്നേഷനിൽ മാറ്റം വരാത്ത ഒരു പോസ്റ്റാണ് അധ്യാപകൻ്റെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ. പണ്ട് കാലത്ത് തന്നെ എല്ലാം പറയാറുണ്ട്, മാതാപിതാ ഗുരു ദൈവം. മാതാവും പിതാവിൻ്റെയും കൂടെ ഗുരുവിനും ദൈവത്തിൻ്റെ തുല്യമായിട്ടുള്ള സ്ഥാനമാണ്.
പക്ഷെ കാലം മാറിയപ്പോഴൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. അത്യാവശ്യം അധ്യാപകരെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. ചില അധ്യാപകർ മോശമൊന്നുമില്ല, കുട്ടികളെ പീഡിപ്പിക്കുന്ന ചില വിദ്വാന്മാരും ഉണ്ട്. അതൊക്കെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. 100 നല്ല നാണയങ്ങളുടെ ഇടയിൽ കള്ളനാണയം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ചില ഇതിലൊക്കെ അങ്ങനെ ചില വ്യത്യാസം ഉണ്ടെങ്കിലും ആ സ്ഥാനം മഹത്തായ സ്ഥാനമാണ്. അധ്യാപകനും വിദ്യാർത്ഥിയായിട്ടുള്ള ബന്ധങ്ങളും ഒരിക്കലും അവസാനിക്കാത്ത ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പുതിയ തലമുറയുടെ ചുമതല. എന്തുകൊണ്ട് അധ്യാപകനെ ബഹുമാനിക്കണം, എന്തുകൊണ്ട് ബഹുമാനിക്കുന്നു, അതെല്ലാം പുതിയ തലമുറയും മനസ്സിലാക്കണം. എവിടെ കണ്ടാലും ഒരു അധ്യാപകനെ ബഹുമാനിക്കാനുള്ള ആ മനസ്ഥിതി നമുക്കുണ്ടാവണം. നമ്മൾ ചിലപ്പോൾ പ്രോട്ടോക്കോളൊക്കെ എത്രയോ മേലെയായിരിക്കും, പക്ഷേ അതിലും മേലെയാണ് നമ്മളെ ഒരു ദിവസം പഠിപ്പിച്ച അധ്യാപകൻ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതാണ് നമുക്ക് ഈ പഠിക്കാനുള്ള സന്ദേശം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് മഹൽ വ്യക്തികളെക്കുറിച്ച് ഓർക്കുന്നത്? എന്തിനാണ്? ആ കാലഘട്ടത്തിനെക്കുറിച്ച് മനസ്സിലാക്കാനും ആ കാലഘട്ടത്തിലെ സംസ്കാരം എന്താണെന്ന് പഠിക്കാനൊക്കെ വേണ്ടിയാണ്. അതുകൊണ്ട് അധ്യാപക ദിനം എന്ന് പറയുമ്പോൾ ഒരു അധ്യാപകൻ്റെ പ്രത്യേകത എന്താണ് സമൂഹത്തിൽ അധ്യാപകൻ്റെ സ്ഥാനം, ഇത് മനസ്സിലാക്കാനും ഡോക്ടർ എസ് രാധാകൃഷ്ണനെ പോലുള്ള മഹൽ വ്യക്തികളുടെ കാലഘട്ടം പ്രവർത്തന രീതി ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളതും കൂടിയാണ്. അല്ലാതെ വെറും ഒരു അധ്യാപക ദിനം എന്ന് പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അടിച്ച് പോയാൽ പോരാ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ നാളെയാണ് അധ്യാപക ദിനമെങ്കിലും ഇപ്പോൾ നാളെ എല്ലാവർക്കും ഒരുപാട് പ്രോഗ്രാമുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് ഒരു ദിവസം അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഒരു ദിവസം നേരത്തെ പിറന്നാൾ ആഘോഷിക്കുക. ചിലപ്പോൾ ഉണ്ടല്ലോ തിരക്കുണ്ടായിരുന്നെങ്കിൽ തലേ ദിവസം ഒരു പിറന്നാൾ ആഘോഷം നടത്തും. ഈ പോലീസ് അസോസിയേഷൻകാർ ഈ ഓണം ആഘോഷിക്കുക ഓണം കഴിഞ്ഞിട്ടാണ്, കാരണം ഓണത്തിന് ഡ്യൂട്ടി ഉണ്ടാവും. അതുപോലെയാണ് തലേ ദിവസമാണെങ്കിലും നല്ല ഒരു ഹൃദ്യമായ ചടങ്ങ് ഇതിൻ്റെ സംഘാടകർ സംഘടിപ്പിച്ചു. നിങ്ങളുടെ എല്ലാവരും അനുഭവത്തോടുകൂടെ ഈ അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യം ശ്രീ നാരായണൻ നായർ, ഡോക്ടർ ജയകൃഷ്ണ തന്ത്രി, കോഴിക്കോട് സ്വദേശിയായ ബ്രഹ്മശ്രീ ജയകൃഷ്ണ തന്ത്രി 1990 മുതൽ ജ്യോതിഷ താന്ത്രിക വിദ്യകൾ അഭ്യസിച്ചു പോരുന്നു. ആയുധ ഭൈരവ ക്ഷേത്രം, ബാലപരമേശ്വര ക്ഷേത്രം, മാടമ്പാൽ ഭഗവതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളുടെ ജീർണാവസ്ഥ പരിഹരിച്ച് നല്ല രീതിയിൽ നടത്തിപ്പോരുന്നു. ജ്യോതിഷകല മേഖലകളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും മുദ്രകളും സ്ഥാനമാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആധ്യാത്മിക പണ്ഡിതനും ഗവേഷകനുമാണ്. നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഉത്തര മലബാറിലെ നിരവധി ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ഡോക്ടർ അമൽ സനാതനം, പ്രമുഖ ജ്യോതിഷ പണ്ഡിതനും പ്രഭാഷകനുമാണ് അമൽ സനാതനം. 1000-ഓളം പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പട്ടാളക്കാരനായ ശ്രീ നാരായണൻ നായർ. അടുത്തത് കാട്ടാക്കട തമ്പി, താലൂക്ക് പ്രസിഡന്റ് കാട്ടാക്കട തമ്പി. അടുത്തത് പോത്തങ്കോട് മുരളി, പോത്തങ്കോട് ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്, എക്സ് സർവീസിൻ്റെ. അടുത്തത് നമ്മളെ കൃതജ്ഞതയൊക്കെ രേഖപ്പെടുത്തുന്ന വളരെ ജനകീയനായ ആനത്താനം രാധാകൃഷ്ണൻ. അടുത്തത് ഗിരിജ ടീച്ചർ, ഡോക്ടർ ഗിരിജ പ്രസാദ്. മികച്ച അധ്യാപികയും സാമൂഹ്യ സേവന രംഗത്തെ വിസ്മയമാണ് ഗിരിജ ടീച്ചർ. ഡോക്ടർ ഗിരിജ പ്രസാദ് മുണ്ടക്കയത്ത് 1978 സ്ഥാപിതമായ AGM എന്ന പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പരിധിവരെ ആതുര രംഗത്തുള്ള ഈ വിദ്യാർത്ഥികളുടെ ആശാകേന്ദ്രമാണ്. കൈരളി ചാനലിൻ്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം, ന്യൂസ് നെറ്റ്വർക്സിൻ്റെ ONV പുരസ്കാരം,
മുൻ SNDP 52 നമ്പർ ശാഖയുടെ പ്രസിഡന്റ്, ഹൈറേഞ്ച് യൂണിറ്റ് വനിതാ സംഘം വൈസ് പ്രസിഡന്റ്, ശ്രീ നാരായണ പ്രസ്ഥാനങ്ങളുടെ അടിയുറച്ച പ്രചാരക ഈ വിശേഷങ്ങളെല്ലാം ചേർന്ന കൊല്ലംപറമ്പിൽ ശ്രീ KS കേശവന്റെയും ശ്രീമതി ചാമപ്പാറ ചെല്ലമ്മയുടെ മകൾ ഗിരിജ പ്രസാദ് എന്ന ഗിരിജ ടീച്ചർ ഒരു വിസ്മയമാണ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ആശംസ പ്രൊഫസർ കാർത്തികേയൻ നായർ സാർ. കാർത്തികേയൻ സാറിനെ ക്ഷണിക്കുന്നു. XMP, അതേപോലെ വേദിയിരിക്കുന്ന ശ്രീ MR ഗോപൻ, ശ്രീ തോട്ടക്കാട് ശശി, ശ്രീ വിജയനാഥ്, ഡോക്ടർ ഗിരിജ പ്രസാദ്, പ്രിയ സുഹൃത്തുക്കളെ, സെപ്റ്റംബർ 5 സാധാരണഗതിയിൽ അധ്യാപക ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ 4 മറ്റ് സംഘടനകളും 5-ാം തീയതി അധ്യാപകരും സർക്കാർ ഔദ്യോഗികമായിട്ട്, കാരണം നാളെ സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണം പത്തനംതിട്ടയിൽ വെച്ച് വിദ്യാഭ്യാസ വകുപ്പ് നൽകുകയാണ്. അത് നാളെയാണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. 1962 അത് ആചരിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം ഒന്ന് രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ ആദരിക്കണം, അല്ലെങ്കിൽ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ അന്ന് അറിയപ്പെട്ടിരുന്നത് അധ്യാപകൻ എന്നതിനേക്കാൾ നിലയ്ക്ക് ഒരു ദാർശനികൻ എന്ന നിലയ്ക്കായിരുന്നു. അദ്ദേഹം ഫിലോസഫി പഠിച്ചയാളാണ്. ദീർഘകാലം കോളേജുകളിലും സർവകലാശാലകളിലും പഠിപ്പിച്ചിരുന്നയാളാണ്. ഇന്ത്യൻ ഫിലോസഫിയെ സംബന്ധിച്ച് ആധികാരികമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളയാളുമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഫിലോസഫി എന്ന പേരിൽ തന്നെ 2 വാല്യങ്ങളുള്ള പുസ്തകം. അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 30-35 വയസ്സുള്ളപ്പോഴാണ് അത് എഴുതുന്നതെന്ന് ഓർക്കാം. ആ 2 വാല്യങ്ങൾ. ആ 2 വാല്യങ്ങൾ ഇപ്പോഴും പാഠപുസ്തകങ്ങളായിട്ട് സർവകലാശാലകളിൽ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അതറിയപ്പെടുന്ന ദാർശനികനാണ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു അമരക്കാരൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു വക്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ജന്മദിനം വിശിഷ്ട ദിനമായിട്ട് ആചരിക്കണമെന്ന് സുഹൃത്തുക്കളും ശിഷ്യന്മാരും അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് അത് അധ്യാപക ദിനമായിട്ട് വേണം അംഗീകരിക്കാൻ, അധ്യാപക ദിനമായിട്ട് വേണം ആദരിക്കാൻ. കാരണം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ അധ്യാപകർക്ക് നിർണായകമായ പങ്കാണുള്ളത്. ഇവിടെ ശ്രീ ഉദ്ഘാടകൻ പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ നമ്മളാദ്യം പ്രൈമറി സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മളെ അക്ഷരം പഠിപ്പിക്കുകയും ചിലപ്പോൾ 2 തല്ലൊക്കെ തരികയും ചെയ്തിട്ടുള്ള ആ അധ്യാപകരുടെ സ്ഥാനം നമ്മുടെ മനസ്സിൽ എവിടെയാണ്? ഈശ്വരവിശ്വാസികൾ ചില്ലിട്ട് സൂക്ഷിക്കുന്ന ദേവഗണങ്ങളുടെ കൂട്ടത്തിലാണ് അധ്യാപകരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അവർ നിത്യമായിട്ട് അങ്ങനെ ഏത് ക്ലാസ്സിൽ വെച്ചാണോ നമ്മൾ പരിചയപ്പെട്ട് അവരുടെ ഏത് രൂപമാണോ മനസ്സിലുള്ളത് അതായിരിക്കും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുക. അതുകൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അധ്യാപകർക്ക്. ശ്രീ മുരളീധരൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് 2 കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. പ്രൊഫസർ എന്നും പ്രൊഫസറാണ്, ഡോക്ടർ എന്നും ഡോക്ടറാണ്, അഡ്വക്കേറ്റ് എന്നും അഡ്വക്കേറ്റാണ്. മുൻ അഡ്വക്കേറ്റ് എന്നോ മുൻ ഡോക്ടർ എന്നോ പറയാറില്ല. പ്രഗത്ഭരായ ആൾക്കാരകത്ത് വേറെ ഒരുപാടുണ്ട്. അവരൊക്കെ മുൻ എന്ന പേരിൽ അറിയപ്പെടും. മുൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുൻ പ്രസിഡൻറ്റ്. പക്ഷേ അധ്യാപകൻ, ഡോക്ടർ, അഭിഭാഷകൻ ഈ 3 പേരും സ്വന്തം പേരിലായിരിക്കും. ആ സ്വന്തം പേരിൽ തന്നെയാണ് മരിക്കുവോളും മരിച്ചതിന് ശേഷവും അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ 10-20 വയസ്സുള്ളപ്പോൾ തന്നെ സർവകലാശാല അധ്യാപകനായ ആളാണ്. ഫിലോസഫിയാണ് ഐച്ഛിക വിഷയം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഗ്രന്ഥമെന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ദർശനത്തെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് കൂടെ PhDക്കുള്ള പ്രബന്ധവും കൂടി അതായിരുന്നു തോന്നുന്നു. പിന്നീട് ഇന്ത്യയുടെ ദാർശനിക പാരമ്പര്യത്തിൻ്റെ പല തലങ്ങളെ സംബന്ധിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ, ലേഖനങ്ങൾ എഴുതി. ഒരിക്കൽ കേസിൽ പ്രതിയാവുകയും ചെയ്തു. പ്രതിയാകാൻ കാരണം അന്ന് കൽക്കട്ടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന വളരെ പ്രസിദ്ധമായ ഒരു മാസികയുണ്ടായിരുന്നു. മോഡേൺ റിവ്യൂ എന്നാണ് അതിൻ്റെ പേര്. ആ മോഡേൺ റിവ്യൂ ഏതാണ്ട് 1890 തൊട്ട് പ്രസിദ്ധീകരിച്ചു വരുന്നതാണ്. അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ, ഏറ്റവും നൂതനമായ ചിന്ത കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ വായനയ്ക്ക് പാത്രീഭവിച്ച വാരികയായിരുന്നു അത്, മന്ത്ലിയായിരുന്നു അത്,
മാസികയായിരുന്നു. അന്നത്തെ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ബ്രിട്ടനിലും പാശ്ചാത്യ ലോകത്തും നടമാടുന്ന അല്ലെങ്കിൽ ശക്തി പ്രാപിച്ചു വരുന്ന നൂതനമായ ചിന്ത, നമ്മൾ ഇന്ന് പറഞ്ഞാൽ ലിബറൽ ഡെമോക്രസി എന്ന് പറയും. ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ മാതൃകയിൽ ഭരണകർത്താക്കൾ, അന്നത്തെ പോലെ പ്രഗത്ഭരായ ചിന്തകർ, അത് ബ്രിട്ടീഷുകാർ മാത്രമല്ല, ജർമ്മൻ ചിന്തകരുണ്ട്, ഫ്രഞ്ച് ചിന്തകരുണ്ട്, റഷ്യക്കാരുണ്ട്, അങ്ങനെ പലരുടെയും ഒരു പാരമ്പര്യമുള്ള പുരോഗമന വീക്ഷണമുള്ള, ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, കാരണം രാജഭരണം നിലനിൽക്കുന്ന കാലമാണ്, ഇന്ത്യയിലാണെങ്കിൽ നാട്ടുരാജാക്കന്മാരാണ് ഭരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പുരോഗമന വീക്ഷണമുള്ള, ആ പുരോഗമന വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മാസികയായിരുന്നു മോഡേൺ റിവ്യൂ. ഒരു കാര്യം കൂടെ ആനുഷികമായിട്ടൊക്കെ പറയാനുണ്ട്. ഈ മോഡേൺ റിവ്യൂവിൽ 1912 വന്ന ഒരു ലേഖനം കാൾ മാർക്സിനെ കുറിച്ചുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ആ പ്രസിദ്ധത്തിൽ മാർച്ച് മാസത്തിലോ മറ്റോ ആണ്. 6-7 മാസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടും അവസാനമായിട്ടും നാടുകടത്തപ്പെടുന്ന ഒരു പത്രാധിപരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അഭിമാനിക്കാം, നെയ്യാറ്റിൻകരക്കാരനാണ്. ഈ തല്ലുകൊള്ളുന്നതിൽ നെയ്യാറ്റിൻകരക്കാർ മിടുക്കന്മാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്വദേശാഭിമാനി പത്രത്തിൽ ലേഖനം എഴുതിയതിൻ്റെ പേരിലായിരുന്നല്ലോ കാരണമൊന്നും ബോധിപ്പിക്കാതെ സ്വദേശാഭിമാനിയെ നാട് കടത്തിയത്. സ്വദേശാഭിമാനിയെ നാട് കടത്തുന്ന ഉത്തരവിൽ രാജാവ് നാട് കടത്തുന്നു മാത്രമേ പറഞ്ഞു, എന്തിനെന്ന് പറഞ്ഞില്ല. നിങ്ങളിപ്പോൾ സൈനികരുടെ ഇരിപ്പുണ്ട്, കാരണം പറഞ്ഞ് സസ്പെൻഡ് ചെയ്യുള്ളൂ. രാഷ്ട്രീയത്തിലായാലും കാരണം പറഞ്ഞിട്ടാണ്, ഇന്ന കാരണത്തിനാണ് പുറത്താക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥന്മാരെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ സ്വദേശാഭിമാനിയെ നാട് കടത്തിയപ്പോൾ എന്താണ് കാരണമെന്ന് പറഞ്ഞിട്ടില്ല. രാജകോപമുണ്ടായി, അതുകൊണ്ട് നാട് കടത്തുന്നതാണ്. അദ്ദേഹം നാട് കടത്തപ്പെട്ട് പിന്നെ മലബാറിൽ താമസിക്കുന്ന കാലത്താണ് ഈ കാൾ മാർക്സിനെ കുറിച്ചൊരു ജീവചരിത്രം എഴുതി. അതിന് തൊട്ട് മുമ്പാണ് മോഹനദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞ്, ഇപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകര അദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ വിനോദൻ്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, ഒരു പ്രസിദ്ധീകരണശാലയുണ്ട്. അത് മാർക്സിനെയും പിന്നെ ഗാന്ധിയെയും ഒരു പുസ്തകത്തിൻ്റെ 2 വശത്തായിട്ട് അച്ചടിച്ചിങ്ങനെ, ഏത് നോക്കിയാലും ഒരു ഭാഗത്ത് ഗാന്ധി, മറുഭാഗത്ത് മാർക്സ്, അങ്ങനെ ചെറിയ പുസ്തകം. അത് ഈ കാൾ മാർക്സിനെ കുറിച്ചുള്ള പുസ്തകം ഇന്ത്യയിൽ ആദ്യം വരുന്നത് ഈ മോഡേൺ റിവ്യൂവിലാണ്. നമ്മുടെ മുൻ സർവകലാശാല, നമ്മുടെ കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന ബാലമോഹൻ തമ്പി സാറിനോട് ഒരിക്കൽ സംസാരിക്കുമ്പോൾ സാറ് പറഞ്ഞു, അന്നത്തെ ആൾക്കാർ, കോളേജ് അധ്യാപകരും പ്രൊഫസർമാരും ഒക്കെ വായിക്കുന്നത് ഈ മോഡേൺ റിവ്യൂ ആണ്. അപ്പോൾ മോഡേൺ റിവ്യൂവിൽ രാധാകൃഷ്ണൻ്റെ പുസ്തകത്തെക്കുറിച്ച് രൂക്ഷ വിമർശനം വന്നു. ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനം ഇന്നത്തെ പിന്നെ രീതിയിൽ പറഞ്ഞാൽ ഈ PhD ഒക്കെ പ്ലാജിയറിസം എന്ന് പറയുന്ന ഈ പകർത്തെഴുത്ത്, ആരോ ഒക്കെ എഴുതി വെച്ച കാര്യം സ്വന്തം പേരിലാക്കി ബിരുദമെടുക്കുന്നതിനെയാണ് പ്ലാജിയറിസം എന്ന് പറയുക. അപ്പോൾ രാധാകൃഷ്ണൻ ഇങ്ങനെ മറ്റു ചില ആൾക്കാരുടെ സിദ്ധാന്തങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളെയോ പകർത്തി എഴുതിയാണ് ഈ ഇന്ത്യൻ ഫിലോസഫി എന്നുള്ള പുസ്തകം എഴുതിയെന്ന രൂക്ഷമായ ഒരാക്ഷേപം ഈ മോഡേൺ റിവ്യൂവിൽ പ്രസിദ്ധീകരിച്ചത് മനഃപൂർവ്വമായിരിക്കുമെന്നാണ് അന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പോഴാലോചിക്കുമ്പോഴും അങ്ങനെ തോന്നാൻ ഇടയുള്ളൂ. ആദ്യം രാധാകൃഷ്ണൻ അത് ചെവിക്കൊണ്ടിൽ അത് കാര്യമാക്കി എടുത്തില്ല. പക്ഷേ പിന്നീട് അത് മറുപടി പറയേണ്ടതായി വരും എന്ന് വന്നപ്പോൾ അദ്ദേഹം, കാരണം പല സുഹൃത്തുക്കളുടെയും നിർബന്ധപ്രകാരം അദ്ദേഹം മറുപടി കൊടുത്തു. അത് കേസ് കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പകർത്തെഴുത്തിന് കേസ് കൊടുത്ത് മോഡേൺ റിവ്യൂക്കാർ കൊടുത്തു. അവസാനം ഒത്തുതീർപ്പാക്കി. അതിന് രാധാകൃഷ്ണൻ പറഞ്ഞ ന്യായമല്ല, സത്യം. ഇന്ത്യൻ ദർശനത്തെക്കുറിച്ച്, ഭാരതീയ ദർശനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ കൃതി, മൂലകൃതി വന്നിരിക്കുന്ന സംസ്കൃത ഭാഷയിലാണ്. സംസ്കൃത ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയോ അല്ലെങ്കിൽ സ്വതന്ത്രമായി വായിച്ചു പഠിച്ചോ വേണം ഭാരതീയ ദർശനത്തെക്കുറിച്ച് എഴുതണം. അപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്ന ഒരേ പുസ്തകമാണ്. ഇപ്പോൾ കേരളീയനായ പിന്നെ ശ്രീശങ്കരൻ അദ്വൈത സിദ്ധാന്തം, വേദാന്തം അവതരിപ്പിക്കുമ്പോൾ അതിന് മുമ്പത്തെ വേദാന്തത്തെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ള ആൾക്കാരെയാണ് ശങ്കരൻ ആശ്രയിക്കുന്നത്. അത് ആദ്യകാലത്ത് ആദ്യത്തെ ഋഗ്വേദത്തിൻ്റെ ആദ്യത്തെ ഭാഷയൊക്കെ എഴുതിയെന്ന് വിചാരിക്കുന്ന വിശ്വാമിത്ര മഹർഷിയുണ്ട്. വിശ്വാമിത്രൻ, പിന്നെ സായണൻ, മാധ്വൻ, കപിലൻ, അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വ്യാഖ്യാനങ്ങളാണ്. അത് അന്നത്തെ കാലത്ത് എഴുതി വയ്പ്പില്ല, വായ്മൊഴിയാണ്. ഈ വായ്മൊഴിയായിട്ട് വരുന്നത് ഇങ്ങനെ കേട്ടാണ്. പിന്നെ ശങ്കരനും എഴുതി വെച്ചത് വളരെ കുറവാണ്, കാരണം വായ്മൊഴിയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എഴുതി വരമൊഴിയാക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ മുൻ സൈദ്ധാന്തികൻ എന്താണോ പറഞ്ഞത് അതിനോടുള്ള പ്രതികരണം എന്നതിലേക്കായിരിക്കും പിന്നീട് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെല്ലാം എനിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിയും ഞാനും മറ്റു പലരും പുസ്തകം എഴുതിയിരിക്കുന്ന ഒരു മൂലകൃതിയെ ആശ്രയിച്ചാണ്. ആ മൂലകൃതിയെ ആശ്രയിക്കുമ്പോൾ സമാനമായിട്ട് തോന്നും.
വ്യാഖ്യാനത്തിലാണ്, ഞങ്ങളുടെ അവതരണത്തിലാണ് വ്യത്യാസം. ബ്രഹ്മം എന്ന സങ്കല്പത്തിന് വ്യത്യാസമില്ലല്ലോ. ബ്രഹ്മവും ആത്മവും തമ്മിലുള്ള സമന്വയമാണ് നമ്മൾ ഈ അദ്വൈതം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മമായിരുന്നാലും ആത്മമായിരുന്നാലും ആ സങ്കല്പനം അതിപ്രാചീനമാണ്, ഋഗ്വേദ കാലം മുതൽ തുടങ്ങുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ വാക്കുകൾ മാത്രമേ ഞങ്ങളുടേതുള്ളൂ, മൂലദർശനം ഒന്നുതന്നെയാണെന്നുള്ള മറുപടിയിൽ എതിരാളിക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ആ കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ഇവിടെ ശ്രീ മുരളീധരൻ സൂചിപ്പിച്ചു, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല. ആകെ അദ്ദേഹം പങ്കെടുത്തിരുന്നത് ഈ ആന്ധ്ര മഹാസഭ എന്ന് പറഞ്ഞ്, അന്നത്തെ ആന്ധ്ര മഹാസഭ എന്ന് പറയുമ്പോൾ ഹൈദരാബാദിന് വെളിയിലുള്ളത്. അന്ന് ഹൈദരാബാദ് സംസ്ഥാനമാണ്, നൈസാം ഭരിക്കുന്ന സംസ്ഥാനമാണ്, പിന്നെ നാട്ടുരാജ്യമാണ്. അതിന് വെളിയിൽ അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ വടക്ക് ഭാഗം, ഇന്നത്തെ വിശാഖപട്ടണം ഭാഗമൊക്കെ വരുന്ന തീരപ്രദേശം, ഇന്നത്തെ ആന്ധ്ര സംസ്ഥാനം. അപ്പോൾ ആന്ധ്ര മഹാസഭ എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമാണ്, അങ്ങനെ ഒരു പാർട്ടിയുണ്ട്. അതിൽ അദ്ദേഹം കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം കാരണം ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിരുന്നപ്പോൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. അന്നത്തെ പ്രഗത്ഭരായ ആൾക്കാരാണ് നിയമസഭയിലെത്തുക. കാരണം അതൊരു നോമിനേറ്റഡ് ആയിട്ടുള്ള, ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നത് പോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് പുറമേ മറ്റാൾക്കാരെ പ്രഗത്ഭരെ നോമിനേറ്റ് ചെയ്യും. അങ്ങനെ നോമിനേറ്റ് അന്നത്തെ നെഹ്റുവിൻ്റെയും രാജേന്ദ്ര പ്രസാദിൻ്റെയും അന്നത്തെ ആൾക്കാരുടെ ഒരു പ്രാഗൽഭ്യമാണ്. ഇപ്പോൾ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്നയാളായിരുന്നു ബംഗാളിൽ നിന്നുള്ള ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹം വ്യത്യസ്തമായൊരു രാഷ്ട്രീയ അഭിപ്രായം കൊണ്ടു നടക്കുന്നയാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ മാനിക്കാൻ നെഹ്റു സന്നദ്ധനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. ബംഗാളിലെ മന്ത്രിയുമായിരുന്നു അദ്ദേഹം, ബംഗാൾ പ്രവിശ്യയിലെ മന്ത്രിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവരെ പിന്നെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ് അന്നത്തെ കാഴ്ചപ്പാട്. കാരണം ശൂന്യതയിൽ നിന്നാണ് തുടങ്ങുന്നത്. 47 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ നശിച്ച് നാറാണക്കല്ല് വിഴുത് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി. കാരണം എല്ലാം ചോർത്തിയെടുത്ത് കൊണ്ടുപോകുന്നൊരവസ്ഥയായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ട്. ഇന്ത്യയെ ചവച്ച് ചണ്ടിയാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഭരണം. നമുക്ക് കുറേ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉണ്ട്, കെട്ടിടങ്ങളുണ്ട്, റെയിൽപാതയുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും ജനങ്ങൾ പട്ടിണിയായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രഗത്ഭരായ ആൾക്കാരുടെ അഭിപ്രായം കൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടാകണമെന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് രാധാകൃഷ്ണൻ അതിൽ അംഗമാക്കിയത്. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം യുനെസ്കോയുടെ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു. യുനെസ്കോ എന്ന് പറയുന്നത് 1945 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടന യുഎൻഒക്ക് ഒരുപാട് ഘടക സംഘടന, അതിലൊന്നാണ് യൂണിസെഫ്, യുനെസ്കോ. അത് പിന്നെ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ പുരോഗതിക്കും ഇടപെടുന്നതിനും വേണ്ടി, സംസ്കാരത്തിനും വേണ്ടി ഇടപെടുന്നതിനാണ്. ആ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ദിനങ്ങളൊക്കെ ആചരിക്കുന്നത്. സെപ്റ്റംബർ 5 രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. പക്ഷേ സാർവദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കാൻ കാരണമെന്താ? അത് യുനെസ്കോ തീരുമാനിച്ചതാണ്. എന്തുകൊണ്ടാണ് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കാൻ കാരണം? സംഭവം നടക്കുന്നത് ബംഗ്ലാദേശിലാണ്. ഈ വേളമുണ്ട് 1952 പിന്നെ ഫെബ്രുവരിയിൽ അവിടെ വിദ്യാർത്ഥി സമരമുണ്ടാകുന്നു ധാക്ക സർവകലാശാലയിൽ. ആ സമരം നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബംഗാളി ഭാഷ പഠിക്കുന്നതിനുള്ള അനുവാദം വേണം. അത് പാകിസ്ഥാൻ 2 കഷ്ണമായിട്ട്, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് കിടക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക നയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും ഉറുദുവും മാത്രമേ അംഗീകരിക്കൂ. പശ്ചിമ പഞ്ചാബ് പഞ്ചാബിൽ പഞ്ചാബി പഠിക്കാൻ പറ്റില്ല കുട്ടികൾക്ക്. ബംഗാളിലാകട്ടെ, കിഴക്കൻ ബംഗാളിലാകട്ടെ ബംഗാളിയാണ് മാതൃഭാഷ, അത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി, ഭാഷയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടാണ് വെടിവെപ്പുണ്ടായത്. 4 വിദ്യാർത്ഥികൾ മരിച്ചതും. അതാണ് പിന്നീട് 98 മുതൽ ലോക മാതൃഭാഷാ ദിനമായിട്ട് യുനെസ്കോ കൊണ്ടുവരുന്നത്. ആ യുനെസ്കോയുടെ സ്ഥാപിക്കുന്ന ആദ്യ സമയത്ത് തന്നെ അധ്യക്ഷനായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ പ്രസംഗമുണ്ട്, വെൽക്കം ടു യുനെസ്കോ എന്നാണ് പേര്. നല്ല മനോഹരമായൊരു പ്രസംഗം. ആ പ്രസംഗം പിന്നീട് അച്ചടിച്ചു വന്നിട്ട് പലപ്പോഴും സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് അദ്ദേഹം സോവിയറ്റ് യൂണിയനിൽ അംബാസഡറായിട്ട് പോയി. അവിടുന്ന് വിളിച്ചു വരുത്തിയാണ് 52 ഉപരാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 57 വീണ്ടും ഉപരാഷ്ട്രപതിയായി, 62 രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 67 ആ സ്ഥാനം ഒഴിയുമ്പോൾ അവിടെ വന്നതാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. പിന്നെ രാഷ്ട്രപതിയായിരിക്കുമ്പോൾ ഹൃദയസ്തംഭനം മൂലം മരിച്ചതാണ് 69. ആ 69 തിരഞ്ഞെടുപ്പാണ്, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ് വാസ്തവത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വിഭജനത്തിലേക്ക് പോകുന്നത്. കാരണം VV ഗിരിയായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടും. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു മനസാക്ഷി വോട്ട് ചെയ്യാൻ. ഈ മനസാക്ഷി വോട്ട് എന്നുള്ള ആദ്യത്തെ പദപ്രയോഗം ഇന്ത്യയിൽ രാഷ്ട്രീയ രംഗത്ത് വരുന്നത് അങ്ങനെയാണ്. അതിൽ VV ഗിരി ജയിച്ചു, ഫക്രുദ്ദീൻ അലി അഹമ്മദ് തോറ്റുപോയി. അങ്ങനെയാണ് കോൺഗ്രസിനകത്ത് പിന്നെ സ്പ്ലിറ്റ് വരുന്നതൊക്കെ. അപ്പോൾ
അദ്ദേഹം 2 തവണ രാഷ്ട്രപതിയും 1 തവണ ഉപരാഷ്ട്രപതിയായിട്ട് പ്രവർത്തിച്ചയാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന അധ്യാപന രംഗത്താണ്. അത് വിദേശ സർവകലാശാല ഓക്സ്ഫോർഡിലായിരുന്നാലും ഇന്ത്യക്കകത്ത് തന്നെ പല സർവകലാശാലകളിലായിരുന്നാലും കൽക്കട്ട സർവകലാശാല, ആന്ധ്ര സർവകലാശാല ഒക്കെ തന്നെ പ്രഗത്ഭനായ അധ്യാപകനും വൈസ് ചാൻസലർ എന്നുള്ള നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം. അതുകൊണ്ട് അധ്യാപക ദിനമായിട്ട് ആചരിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ ആചരിച്ചു വരുന്നത്. സർക്കാർ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ച് ഇപ്പോൾ ആചരിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒരു സമൂഹത്തിൻ്റെ, ഇപ്പോൾ കേരള സമൂഹം കൊടുക്കുക, കാരണം കേരളത്തിൽ പള്ളിക്കൂടത്തിൽ പോകാത്ത ആരുമില്ല. ജനിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും സ്കൂളിൽ പ്രവേശനമുണ്ട്. 12ാം ക്ലാസ് വരെ ഉരുട്ടി വിട്ടതുപോലെ പോകും. കാരണം സൗജന്യമാണ് വിദ്യാഭ്യാസം. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പാസ്സാകുന്ന മുഴുവൻ പേർക്കും ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ സീറ്റ് കൊടുക്കും. സീറ്റ് ഒഴിഞ്ഞു കിടക്കണമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഒഴിഞ്ഞു കിടക്കുന്നത് ശരിയാണ്, പക്ഷേ ചില സ്ഥലങ്ങളിൽ ആവറേജ് എടുക്കുമ്പോൾ ശരിയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ സീറ്റ് കുറവാണ്, ചിലങ്ങളിൽ സീറ്റ് കൂടുതൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. എന്തായാലും 12ാം ക്ലാസ് വരെ മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്നു. ഇപ്പം നമ്മൾ വിലപിക്കുന്ന എന്താണ്? വിദ്യാർത്ഥികളുടെ നിലവാരം കുറവാണ്. ടീച്ചർക്കും അഭിപ്രായം കാണി, എനിക്കും അഭിപ്രായമുണ്ട്. ഞാൻ അധ്യാപകനായിരുന്നയാളാണ്. കാരണം എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ നിലവാരം എനിക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ തുറന്നു പറയാൻ പറഞ്ഞു. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ എൻ്റെ നിലവാരം ഉണ്ടാക്കി തന്നെങ്കിൽ ആ നിലവാരത്തെ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികൾ എങ്ങനെ ഇരിക്കും? ഈ കാഞ്ഞിരംകുളത്തുകാർ മർമ്മം പഠിപ്പിക്കുമ്പോൾ ക്ഷമിക്കണേ, അവർ മർമ്മം പഠിപ്പിക്കുന്ന പറയും പടുമർമ്മം 12, തൊടുമർമ്മം 96, അങ്ങനെ 108 മർമ്മം ഉണ്ടെന്ന് പറയും. ഈ പടുമർമ്മം എന്ന് വെച്ചാൽ അടിച്ചാൽ ചത്തുവും, 2.5 നാഴി കഴിഞ്ഞാൽ ആൾ വെടി. പക്ഷേ ഗുരു 11 പറഞ്ഞു കൊടുക്കുള്ളൂ, ഒരെണ്ണം കയ്യിൽ വയ്ക്കും. കാരണം സ്വന്തം രക്ഷ പ്രശ്നമാണല്ലോ. അപ്പോൾ ശിഷ്യൻ പിന്നെ ഗുരുവാകും. അപ്പോൾ അവന് 12 പഠിക്കും, തിയറി 12, 11 പ്രാക്ടിക്കൽ അറിയാവും. അവൻ പറയുന്നത് എന്താ? പടുമർമ്മം 12, തൊടുമർമ്മം 96, അവൻ 10 പഠിപ്പിക്കുകയുള്ളൂ, ഒരെണ്ണം അവൻ കൈവശം വയ്ക്കും. ഇങ്ങനെ വരുമ്പോൾ അവസാനത്തെ ഗുരുവിൻ്റെ സ്ഥിതി എന്താവും? ഒരു മർമ്മത്തിൻ്റെ സ്ഥാനം അറിയാൻ കഴിയാതെ വരും. അതുപോലെ നമ്മുടെ അധ്യാപകർ മാറിപ്പോകരുത്, അത് പറയാനാണ്. വിദ്യാർത്ഥികളുടെ നിലവാരം, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത് അധ്യാപകൻ്റെ നിലവാരമാണ്. കാരണം വിദ്യാർത്ഥികൾ എന്തും പഠിക്കാൻ തയ്യാറാണ്. അവരെ പഠിപ്പിക്കേണ്ടത് ആരാണ്? ഗുരുനാഥന്മാരാണ്. ആ ഗുരുനാഥൻ്റെ നിലവാരമാണ് വിദ്യാർത്ഥിയുടെ നിലവാരം, വിദ്യാർത്ഥിയുടെ നിലവാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം. അപ്പോൾ നിലവാരം ഉണ്ടാകേണ്ടത് ആർക്കാ? അധ്യാപകനാണ്. ആ അധ്യാപകന് നിലവാരം ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കാരണം പലതരത്തിലുള്ള ശോഷണങ്ങളുണ്ട്, അക്ഷരമറിയാത്തവരുണ്ടെന്ന് പറയുന്നു അധ്യാപകർക്കിടയിൽ തന്നെ. അപ്പോൾ ഞാനിന്നാളൊരു യോഗത്തിൽ, വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ ഉള്ള യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ഈ വിമർശനം ഉന്നയിക്കുന്നതിൽ നിങ്ങൾ വിയോജിക്കേണ്ട. കാരണം തള്ള ചവിട്ടിയ കുഞ്ഞിന് കേടില്ല എന്നൊരു ചൊല്ലുണ്ട്. അധ്യാപകനായിരുന്ന ഞാൻ തന്നെ അത് പറയുമ്പോൾ നിങ്ങൾ ക്ഷോഭിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അക്ഷരങ്ങൾ എത്രയുണ്ടെന്നറിയില്ല. ഇംഗ്ലീഷിൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട്? കൃത്യം നിങ്ങൾ പറയും 26. മലയാളത്തിൽ എത്രയുണ്ട്? അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല നമ്മൾ. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ടെന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ സർക്കാർ 21 ഔദ്യോഗിക ലിപി വിന്യാസ പുസ്തകം, ശൈലി പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്, ചില സ്വരാക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ സ്വരങ്ങളിൽ കഴിഞ്ഞാൽ ഇല് എന്നൊരക്ഷരം ഉണ്ടായിരുന്നു. ഈ ക്ലിപ്തം എന്ന വാക്ക് എഴുതാൻ വേണ്ടി ഒരു വാക്ക് എഴുതാൻ വേണ്ടിയാണ് അക്ഷരം. ഇപ്പോൾ ആ വാക്ക് വേണ്ടാന്ന് വെച്ചു. കാരണം എന്താ? കായുടെ അടിയിൽ ലാ ഇട്ട ക്ലായാവും DTPയിൽ. അങ്ങനെയല്ല നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുന്നത്, അത് മതി എന്നാണ്. അപ്പോൾ ക്ലി എന്ന അക്ഷരം വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ അമ്മിന് നമ്മൾ അമ്മെന്ന് മലയാളത്തിൽ സ്വരം എഴുതുമ്പോഴത്, പക്ഷേ ഒരു 0 ഇട്ടാണ് നമ്മൾ അപ്പോൾ ഒപ്പിക്കുന്നത്. എന്നുള്ള 2 കുത്തിട്ടിട്ടാണ് ഒപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക അക്ഷരമായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഈ 15 ഉണ്ടായിരുന്നതിനെ 13 ഇപ്പോൾ ചുരുക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇപ്പോൾ 51 അക്ഷരം വെച്ചുകൊണ്ട് നിൽക്കുന്നു. വേണമെങ്കിൽ 49 എന്നും പറയാം. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് നമ്മൾ പറയും, മലയാളത്തിൽ പറയില്ല. ഇത് മലയാളം അധ്യാപകർക്കും അറിഞ്ഞുകൂടാ. ഏറ്റവും കൂടുതൽ അധ്യാപക അവാർഡ് നിർണയ സമിതിയിൽ ഞാൻ പരസ്യം, നിങ്ങൾ വെളി പറയല്ലേ, ഞാൻ അംഗമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു അധ്യാപകനോട് ചോദിച്ച ചോദ്യം ഇതാണ്. ഉത്തരം കിട്ടിയില്ല, അങ്ങേർക്ക് അവാർഡും കിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ MR ഗോപൻ.
അധ്യാപക ദിനപരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ KS അനിൽ അവറുകൾ ഈ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മുൻ MP ശ്രീ K മുരളീധരൻ അവറുകൾ നമുക്ക് കാര്യമായി വളരെ ലളിതമായി ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഈ അധ്യാപക ദിനത്തെയും ഗുരുശിക്ഷ ബന്ധത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ചെറിയ ക്ലാസ് തന്നെ എടുത്തു എന്ന് പറയാവുന്ന പ്രൊഫസർ B കാർത്തിക് നായർ അവറുകൾ, അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തും CPIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായിട്ടുള്ള ശ്രീ പാപ്പനംകോട് അജയൻ, ഡോക്ടർ ഗിരിജ പ്രസാദ് അവറുകൾ, ശ്രീ ശാന്തിവിള പത്മകുമാർ, ഇതിൻ്റെ വർഷം തോറും ഇത്തരം പരിപാടികൾ ഒരു ദിവസത്തിന് മുമ്പേ സംഘടിപ്പിക്കുവാനുള്ള മനസ്സ് കാണിച്ച ശ്രീ പത്മകുമാർ, പ്രിയപ്പെട്ട എൻ്റെ സംഘാടകരെ, നിങ്ങളാരും കൂടുതൽ വിഷമിക്കേണ്ട. ഞാനൊരു വലിയ കത്തി പ്രസംഗം നടത്താൻ പോകുന്നില്ല. സാറ് കാര്യങ്ങളെക്കുറിച്ച്, ഒരു അധ്യാപക ദിനത്തിനെക്കുറിച്ചും ഗുരു ശിക്ഷ ബന്ധത്തെക്കുറിച്ചും അധ്യാപകർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം എന്ന പോലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വ്യത്യാസം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചില സൂചനകൾ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കേൾക്കുന്നു. ശ്രീ K മുരളീധരൻ അദ്ദേഹം സൂചിപ്പിച്ചു, വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് അധ്യാപകർ പെരുമാറുന്ന രീതിയിലും ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന നമ്മളേറെ പവിത്രമായി കാണുന്ന മഹത്തരമായ സംസ്കാരം, അത് ഭാരതീയ സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ നമ്മുടെ തുടക്കം മുതൽ നമ്മുടെ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന സരസ്വതി വിദ്യാലയത്തിലേക്ക് പോകുന്നത് മുതൽ സർവകലാശാല വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ കാലഘട്ടം വരെയുള്ള വിദ്യാർത്ഥിനികൾ ഇന്ന് ഗുരു സങ്കല്പത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിലാണ് ഇന്ന് നമുക്ക് ഈ അധ്യാപക ദിനത്തിൻ്റെ പ്രസക്തി ഏറുന്നു എന്നുള്ളതാണ് നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം. അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഭാരതീയ ദേശീയ അധ്യാപക ദിനമായി തന്നെ ആചരിക്കുവാനും സാംസ്കാരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള ഉപരാഷ്ട്രപതിയായും രാഷ്ട്രപതിയായും ആ സേവനം അനുഷ്ഠിച്ച കാലത്ത് അത് സാറിവിടെ സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്ത് ഒന്നും പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാത്ത രാജ്യം ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ കരകയറി വരുന്ന ആ കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പവിത്രമായിട്ടുള്ള ആ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചേർന്നു എന്നാണ്. അപ്പോൾ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ശ്രീ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ നമുക്ക് വേണ്ടി നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ളത്. ആ സംഭാവനകൾ ഇന്ന് നമുക്ക് ഭാരതത്തിൻ്റെ ഗുരു ശിക്ഷ ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാം. ശ്രീ മുരളീധരൻ സൂചിപ്പിച്ചു, നമുക്ക് നമ്മുടെ ഒരു ബസ്സിൽ യാത്ര ചെയ്താലും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാലും നമുക്ക് എത്ര വയസ്സായാലും, ഇപ്പോൾ സാറിൻ്റെ കുട്ടികളായിട്ടുള്ള ആളുകൾ ഇതെൻ്റെ സാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ അധ്യാപകന്മാർക്ക് മാത്രമേ ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. മറ്റ് ഏത് പദവിയിലിരുന്നാലും അത് മുന്നെന്നും അല്ലെങ്കിൽ എക്സെന്നും ഒക്കെ നമ്മൾ പറയുന്നൊരു സംഭവം. അപ്പോൾ അതൊരു മഹത്തരമായ ഭാഗ്യത്തിൻ്റെ ഒരു ഇതാണ്. ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഗുരു ശിഷ്യന്മാരിലോ നമുക്കിന്ന് പുറത്ത് കൊണ്ടുവന്ന നമ്മളിപ്പോൾ സാറിനറിയാം, ആ ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നാൽ പോലും ഒരു അധ്യാപകൻ തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ കടന്നു പോയാൽ അധ്യാപകനോടുള്ള ബഹുമാനവും ഭവ്യതയും ഒക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എണീറ്റ് വന്ന് സാർ എവിടെ പോകണമെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇന്ന് അതൊന്നുമല്ല. ഇന്ന് വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ, വിദ്യാർത്ഥി സംഘടനയുടെ വിജയത്തിന് വേണ്ടി മഹത്തരമായ ഗുരുശിക്ഷ ബന്ധത്തിന് ഏറെ കളങ്കമേറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിച്ചു പോകുന്നത്. അധ്യാപകരെ കല്ലെറിയുവാനും അധ്യാപകരെ പുറത്ത് മഷി ഒഴിക്കുവാനും
സ്വന്തം സംഘടനാ പ്രവർത്തനത്തിൽ വിജയം കൈവരിക്കാൻ ഏതറ്റം വരെയും പോകുന്ന തരത്തിലേക്കുള്ള അധപ്പതനം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ആത്മപരിശോധന നടത്തേണ്ട സുദിനം കൂടിയാണ് ഒരുപക്ഷെ ഈ അധ്യാപക ദിനം. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വളരെ കുറച്ച് സദസ്സിൽ എല്ലാവരും വളരെ ക്ഷമയോടെ 2 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുകയാണ്. ഈ സംരംഭത്തിന് ഒരു മുഖ്യ പ്രഭാഷണം എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും ഒരു അധ്യാപകരെ ദിനത്തെക്കുറിച്ചിട്ടുള്ള കാര്യക്ഷമതയോടുള്ള കാര്യങ്ങളെ നമ്മുടെ അറിവിലേക്ക് പകർന്ന് നൽകിയിട്ടുണ്ട്. ഈ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ്. പ്രിയമുള്ളവരെ, ഇന്ന് അധ്യാപക ദിനം ആചരിക്കുവാൻ വേണ്ടി കോട്ടയം ജില്ലയുടെ അങ്ങേ അറ്റത്തും ഇടുക്കി ജില്ലയുടെ കവാടത്തിൽ നിന്ന് മുണ്ടക്കയത്തു നിന്നാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അതീവ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ എത്തിയത്. നമ്മളുടെ സ്വാഗതം ആശംസിച്ച ശാന്തിവിള പത്മകുമാർ സാറ്, ഉദ്ഘാടനം നടത്തിയ മുരളീധരൻ സാറിനെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് സാറിൻ്റെ അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കൊടുങ്ങല്ലൂർ വെച്ച് ഒരേ വേദിയിൽ ഇരിക്കാനും ഇതുപോലൊരു സമ്മാനം മേടിക്കാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞാനത് സാറിനോട് പറയാനും അത്ര സന്തോഷമുണ്ടായി. ഞാനന്ന് ഞങ്ങളുടെ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. അവിടെ ഒരു പ്രോഗ്രാം നടന്നപ്പോഴാണ് മുഖ്യമന്ത്രി സാർ അവിടെ ഞങ്ങൾ ക്ഷണിക്കുകയും അവിടെ വരികയും ഒക്കെ ചെയ്തത്. അതൊക്കെ എൻ്റെ കയ്യിൽ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓർമ്മയിലേക്ക് അത് വരികയും ചെയ്തു. അതിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനായ അനിൽ സാറ്, നമ്മുടെ അനുസ്മരണ പ്രസംഗം നടത്തിയ പ്രൊഫസർ കാർത്തികേയൻ സാറ്, പ്രഭാഷണം MR ഗോപൻ സാറ്, വിജയനാഥ് സാറ്, പാപ്പനംകോട് അജയൻ സാറ്, എല്ലാവർക്കും നമസ്കാരം. ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെ അഹങ്കാരത്തോടു കൂടി ഞാൻ പറയുകയാണ്, ഒരു അധ്യാപിക ആയതിൽ ഏറ്റവും സന്തോഷിക്കുന്നവളാണ് ഞാൻ. കാരണം ഒരു എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ട് പോയാൽ ടീച്ചറെ എന്നൊരു വിളി കേട്ടാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളെങ്കിലും കാണാൻ സാധിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ആരെങ്കിലും എന്നോട് ഗിരിജ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ മക്കളുടെ എണ്ണമല്ല ഒരിക്കലും പറയുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ എണ്ണമായിരിക്കും പറയുന്നത്. ചിലരപ്പോൾ കണ്ണു വെച്ചിട്ട് എന്തായി പറയുന്നത്, അപ്പോഴായിരിക്കും ഇവരെൻ്റെ മക്കളുടെ കാര്യമാണല്ലോ ചോദിച്ചത്. ആ രീതിയിലൊരു അധ്യാപികയായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ എല്ലാം എൻ്റെ മക്കൾ എന്നാണ് ഞാൻ അവരെ ഇപ്പോഴും സംബോധന ചെയ്യുന്നത്. അങ്ങനെ കാണാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. കാരണം നമുക്കറിയാം, ഒരാളുടെ വിശപ്പിന് ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളത് ആ വഴിയെ പൊക്കൂ, നിങ്ങൾക്ക് ആഹാരം കിട്ടുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നവളായിരിക്കണം, അല്ലെങ്കിൽ കാണിക്കുന്ന ആളായിരിക്കണം അധ്യാപകർ. കാരണം അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയും. എൻ്റെ ഫീൽഡ് മെഡിക്കൽ ഫീൽഡാണ്. ആ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഴയ കാലവും പുതിയ കാലവും വേർതിരിച്ച് പറയാൻ ഒരുപാട് സമയം വേണം. എങ്കിലും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോവുകയാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്തും പഠിപ്പിക്കുന്ന കാലത്തും മെഡിക്കൽ ഫീൽഡിൽ അതുപോലെ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന അവസരങ്ങളിൽ, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന അവസരങ്ങൾ ഒക്കെ മാറിപ്പോയി. ഇന്ന് ഉദാഹരണമായിട്ട് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ഞങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മളെ മാനുവൽ വർക്കെന്ന് പറയും. നമ്മൾ പറമ്പിൽ പോയി കിളച്ച് നമ്മൾ സ്വന്തമായിട്ട് കിളയ്ക്കുന്നതും മിഷൻ വെച്ച് കിളയ്ക്കുന്നതും പോലെ വ്യത്യസ്ത രൂപത്തിലുള്ളതുപോലെ തന്നെ ഞങ്ങളന്ന് ചെയ്തിരുന്ന ജോലികളെല്ലാം ഇന്ന് റോബോട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ മിഷനുകൾ ചെയ്യുമ്പോൾ ആ തരുന്ന റിസൾട്ട് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. അങ്ങനെയുള്ള അവസരത്തിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും, ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം, 10ാം ക്ലാസ് +2 കഴിഞ്ഞ കുട്ടികളാണ് വരുന്നത്. സത്യത്തിൽ പേരെഴുതാൻ പോലും അവർക്കറിയില്ല. പോസ്റ്റ് ഓഫീസ് അവർക്കറിയില്ല. PO ചോദിച്ചാൽ പോസ്റ്റ് ഓഫീസ് അവർക്കറിയില്ല. ആ പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്താൽ എത്ര പ്രഗത്ഭരാണെങ്കിലും അതിന് ഏതാനും കുട്ടികൾ എഴുതും അവരും. പിന്നെ അവരോട് ചില കംപ്ലീറ്റ് അഡ്രസ്സ് എഴുതാൻ ചോദിച്ചാൽ നമ്മൾ ഓടിപ്പോകും. കാരണം യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്രസ്സ് കൊടുക്കേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ ഇവർ തന്ന അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ അഡ്രസ്സിൽ ഒരു പേപ്പറും ചെല്ലില്ല. കാരണം അവരെഴുതിയിരിക്കുന്ന രീതി അങ്ങനെയാണ്. PO എന്നുള്ളത് PO ഒന്നിച്ചെഴുതി വെക്കും. പോസ്റ്റ് ഓഫീസിൻ്റെയാണ്.
പന്യ സ്റ്റേറ്റിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൂടെ എന്ന് അവർ വായിക്കുള്ളൂ. ആ പോസ്റ്റ് ഓഫീസിൽ ആ സാധനം ചെല്ലുമോ, ഒന്നിച്ചെഴുതി വെക്കും. ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അല്ല, അവർക്ക് അക്ഷരം പറയുകയേ വേണ്ട. ഉദാഹരണമായിട്ട് മഹാത്മാഗാന്ധിജിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഞങ്ങൾ കുട്ടികളോട് ഇതാരാന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയത്തില്ല. ഉറപ്പായിട്ടും അതെ, പലർക്കും അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്ക്, ഇത് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. പേര് പറയാൻ പറഞ്ഞിട്ട് അവർക്കറിയില്ല. ഒരിക്കൽ ഞാൻ കുട്ടികളെ കൊണ്ട് അടുത്ത കാലത്ത് ഡൽഹിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ദ്രൗപദി മാഡത്തിൻ്റെ വീടിൻ്റെ വാതിക്കൽ കൂടി പോവുക. അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് കുട്ടികളോട് ചോദിച്ചു, നമ്മുടെ പ്രധാനമന്ത്രി ആരാ? അവർക്കാർക്കും അറിയില്ല. പിന്നെ ഈ തേപ്പൂട്ടി കയ്യിലുള്ളത് കൊണ്ട് അവരുടനെ തോണ്ടിയേച്ച് പറയും ഇന്ന ആളാണെന്ന്. ഞാൻ ഇതിലിട്ടിരിക്കുന്ന പേര് തേപ്പൂട്ടി എന്നാണ്, തോണ്ടുന്നത് കൊണ്ട്. അപ്പോൾ ഉടനെ തപ്പി നോക്കും ആരാണ്. ഉടനെ ഒരാൾ വിളിച്ച് പറഞ്ഞു, പേര് പറഞ്ഞു ഉടനെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? അത് ഞങ്ങൾ മൊബൈലിൽ നോക്കി ടീച്ചറേന്നു. അതാണ് നമ്മളുടെ വിദ്യാഭ്യാസം. അപ്പോൾ ആ ഒരു GK ജനറൽ നോളജ് അതവർക്ക് നമ്മളുടെ ഫോണിനകത്തായിപ്പോയി. അതാണ് പ്രധാന കാര്യം. അപ്പോൾ ആ +2 പഠിച്ച കുട്ടികൾക്ക് സ്വന്തം പേര് പോലും എഴുതാൻ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇവരൊക്കെ തന്നെയല്ലേ പിന്നീട് അധ്യാപകരായിട്ട് വരുന്നത്. ആ ഒരു ഇതല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഞാനൊക്കെ പഠിക്കുന്നത് ഓലയിലും മണലിലും അക്ഷരങ്ങൾ എഴുതി പഠിച്ചവളാണ്. ഓലയിലും മണലിലും ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന്. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തമസിനെ അകറ്റുന്നവൻ, നമ്മളുടെ ഉള്ളിലേക്ക് വെളിച്ചം നൽകുന്ന ആളെയാണ് ഗുരു എന്ന് നാം വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ അധ്യാപകരെല്ലാം മാതാപിതാ ഗുരു ദൈവം, ആ ദൈവങ്ങൾ തന്നെയാണ് അവർക്ക് ആ സ്ഥാനം കൊടുക്കുന്നത്. അങ്ങനെ കാണുന്ന കുട്ടികൾ വളരെ കുറവാണ്. ഇപ്പോഴുള്ള കുട്ടികളിൽ നമ്മളത് പ്രതീക്ഷിക്കുകയേ വേണ്ട, ഒരു സ്നേഹവും പ്രതീക്ഷിക്കേണ്ട. അവർ വരുന്നു, പഠിക്കുന്നു, പോകുന്നു. നോട്ട് എഴുതാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ചോദ്യം ചോദിച്ച് എംപോസിഷൻ എഴുതാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ പഠിക്കുന്ന കാലത്ത്? ആരെങ്കിലും ഒരു തവണയെങ്കിലും എംപോസിഷൻ എഴുതിയിട്ടുണ്ടാകും, ശരിയല്ലേ? തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ടാകും. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് എംപോസിഷൻ കൊടുക്കാൻ അധ്യാപകർക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. എംപോസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർന്നു അവർക്ക്. കാരണം അവർ ചോദ്യം ചെയ്യും. കുട്ടികളെ അടിക്കാൻ പാടില്ല, ആയിക്കോട്ടെ നമ്മൾ കുഴപ്പമില്ല. ഉടനെ അവർ പോകും. കുട്ടികളുടെ ഉടനെ കോടതിയുണ്ട്, അങ്ങോട്ട് പോയിട്ടല്ലേ ഫോൺ ചെയ്ത ആളെ വരുത്തും, പീഡനം നടത്തുമെന്ന് പറയുകയാണ് അധ്യാപകൻ. ചെറിയ കാര്യങ്ങളുണ്ടാവാം. പക്ഷേ ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അവരെ അക്ഷരം പഠിപ്പിച്ചുകൊണ്ട്, അല്ല അവരുടെ ഉള്ളിൽ വെളിച്ചം ഉളവാക്കിക്കൊണ്ട്, വെളിച്ചത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ആ ബുദ്ധി വികസിപ്പിക്കുന്നവരായി തീരാൻ ഇനി വലിയ ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പം പഠനമൊക്കെ ഞാൻ പറയുന്ന ഒരു 5-6 വർഷം കഴിയുമ്പോൾ പഠനം മാറും. അധ്യാപകർ വേണ്ടാത്ത ഒരു പഠനത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പ്രോജക്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ക്ലാസ് എടുക്കാൻ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് സ്ക്രീനിൽ നോക്കി പിള്ളേർ പഠിച്ചാൽ മതി, അധ്യാപകരുടെ ആവശ്യം വരികയില്ല. അപ്പോൾ അധ്യാപകരാരായിരിക്കും? ഈ പ്രൊജക്ടറും സ്ക്രീനും ഒക്കെ അധ്യാപകരായിട്ട് മാറുന്ന കാലം വിദൂരമല്ല എന്നർത്ഥം. അപ്പം നമുക്ക് ആ രീതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അക്ഷരം പഠിക്കുകയും പിന്നെ ഈ നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു അധ്യാപക അല്ലെങ്കിൽ അധ്യാപികയുടെ നല്ല വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നല്ല രീതിയിൽ വളരാൻ അവർ മുതിർന്നെങ്കിൽ നമുക്ക് നല്ല തലമുറയെ കിട്ടും. ഇനി നമ്മൾ പ്രതീക്ഷിക്കണോ എന്നറിയില്ല. എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ നല്ല തലമുറയുള്ള, നല്ല ബോധമുള്ള, പ്രധാനമായിട്ടും ബഹുമാനമുള്ള കുട്ടികളായിട്ട് വളരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. പണ്ടൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമസ്കാരം പറയുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു, ശരിയല്ലേ? നമസ്കാരം അല്ലെങ്കിൽ തൊഴുതുകൊണ്ട്. ഇപ്പം അതൊക്കെ കാണാൻ വളരെ അപൂർവമേ ഉള്ളൂ. എന്നിലുള്ള ദൈവവും എന്നിലുള്ള ദൈവവും ആ ദൈവാംശം തുല്യമെന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതൊന്നും കുട്ടികൾക്ക് അറിയില്ല. അവർ പറയുന്നത് എന്താണ്? ഹായ് ഗായ്സ്. എന്താണ് അവർ നേരെ കാണുമ്പോൾ എന്താ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹായ് ഗായ്സ്. ആ വാക്കിൻ്റെ അർത്ഥം അവർക്ക് തന്നെ അറിയാം. ഹായ് ഗായ്സ്. ആ നമസ്കാരവും ഗുഡ് മോർണിംഗ് ഒക്കെ പോയി. നമുക്ക് അതൊക്കെ ഇനി ഓർമ്മയിലായോ എന്ന കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. ഈ അധ്യാപക ദിനത്തിൽ ഇവിടെ വന്ന് അധ്യാപകരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയാൻ സമയമില്ല എന്ന് ഞാൻ നീട്ടുന്നില്ല. അധ്യാപകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അപ്പം ന്യൂലി വരുന്നവർക്കൊന്നും അതൊരു വിഷയമില്ല. ദേ ആർ ലൈക്ക് ദാറ്റ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒപ്പമാണ് അവരും ഉള്ളത്, അവർക്ക് പ്രശ്നമില്ല. പഴയ അധ്യാപകർ 20-25 വർഷമായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാകും കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങളുണ്ടാകുമ്പോൾ. അപ്പോൾ അത് ഈ അധ്യാപക ദിനത്തിൽ എനിക്കിവിടെ വരാനും ഈ ഒരു മെമൻറ്റോ വാങ്ങാനും ഇടയായതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനായിട്ടുള്ള ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ അനിൽ, ഈ ദിനം നമ്മെ ഓർമ്മിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു പോയ
മുൻ MP കൂടിയായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ, അധ്യാപക ദിനത്തിനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ചില വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ പ്രൊഫസർ കാർത്തികൻ സാറ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പൊന്നമംഗല വാർഡിലെ കൗൺസിലറും നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ M.R. ഗോപൻ, ഡോക്ടർ ഗിരിജ പ്രസാദ്, ഇതിൻ്റെ സംഘാടകൻ കൂടിയായിട്ടുള്ള ശ്രീ ശാന്തിവിള പത്മകുമാർ, ശ്രീ ആനത്താനം അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഉദ്ഘാടകൻ അടക്കമുള്ളവർ പറഞ്ഞു വച്ച വാക്കുകളെല്ലാം മനസ്സിൽ പഠിച്ചിരുന്ന കാലത്തെയാണ് എന്നെ കൊണ്ടുപോയത്. ഇവിടെ നമ്മുടെ രാജ്യം നാളെ അധ്യാപക ദിനമായി സർവപ്പള്ളി ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ദിനം ആചരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം രാജ്യത്തിനകത്ത് നൽകിയ സംഭാവനകൾ, അദ്ദേഹം ആ കാലത്ത് അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ നിരവധിയായ പുസ്തകങ്ങളിൽ നാം മറച്ചു നോക്കുമ്പോൾ പഠിപ്പിക്കുന്നതും പഠനം പകരുന്നതും എങ്ങനെയാണെന്ന് വ്യക്തത കൂടി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കല്ലാതെ വായിക്കാനുള്ള അവസരം കിട്ടിയാൽ അധ്യാപകരെക്കുറിച്ചും വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണമെന്നതിനെക്കുറിച്ചും ഒരു പാഠം അതിൽ നിന്ന് പഠിച്ചുൾക്കൊള്ളാൻ കഴിയും. പുതിയ തലമുറയ്ക്ക് അധ്യാപകർ എങ്ങനെ ഓർമ്മ ഉണ്ട് എന്ന് നമുക്കറിയില്ല. എനിക്ക് എന്നെ പഠിപ്പിച്ച 1-ാം ക്ലാസ്സിൽ നമുക്ക് നല്ല ഓർമ്മയില്ലെങ്കിലും 4-ാം ക്ലാസ്സിൽ എത്തിക്കുമ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരുടെ പേര് ഞാൻ ബാബുൾ LP സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ആ ടീച്ചർമാരുടെ പേരെല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. അവിടെ ഒരു ക്രാഫ്റ്റ് സാറുണ്ട്, സാർ ഗോവൻ അറിയാമോ അറിയില്ല. നമ്മളെ അന്ന് പഠിപ്പിച്ച അധ്യാപകരെ നാം ഇപ്പോഴും ഓർത്തെടുക്കുകയാണ്. ഞാൻ കലമൺ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വലയേറ് സാറും ഒരു ശാന്ത ടീച്ചർ, അവരെയൊന്നും മറക്കാൻ കഴിയുന്നില്ല. ഞാൻ MJ കോളേജിൽ പഠിച്ചതാണ്. രാംദാസ് സാർ ഇവിടെ നിന്നിപ്പോൾ പോയി, സാറിന് അറിയായിരിക്കും. രാംദാസ് സാർ എന്നെ എക്കണോമിക്സ് പഠിപ്പിച്ച ആളാണ്. ആ സാറിൻ്റെ സൗമ്യവും സാറിൻ്റെ വരുന്നത് അതൊക്കെ ഇങ്ങനെ, സാർ മരിച്ചുപോയി അടുത്ത കാലത്ത്, അതൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് നമുക്ക് അധ്യാപകർ പകർന്നു തന്ന അറിവ്, ഇപ്പം ഞാൻ ആദ്യ അധ്യക്ഷൻ എഴുതുമ്പോൾ ആദ്യ അക്ഷരം എഴുതുന്നത് ഒരു സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകർ മാത്രമായിരിക്കില്ല, വിവിധങ്ങളായിട്ടുള്ള നൈപുണ്യമുള്ള അറിവ് നേടിയവരാണ് നമ്മെ ആദ്യാക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി നാം തീരുമാനിക്കപ്പെടുന്നത്. അപ്പം അവർ പകർന്നു തന്നതിനെ പുതിയ കാലത്ത് നാം എങ്ങനെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ പുതിയ കാലത്തെ ഞാൻ എൻ്റെ മോനും ഇപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക, അവൻ്റെ അധ്യാപകർ എത്ര ഓർമ്മ കൊണ്ടെന്ന് ചോദിച്ചാൽ പലരും അറിയില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. അവൻ്റെ സഹപാഠികൾ എത്ര നന്നായി അറിയാമെന്ന് ചോദിച്ചാൽ അവൻ നന്നായി അറിയില്ല. നമുക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹപാഠികൾ അവൻ എത്ര ഉന്നതിയിലായാലും നമ്മൾ എത്ര താഴെയായാലും പരസ്പരം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹം, ഒരു വല്ലാത്ത മാനസിക ഒരു ഉന്മേഷം, അതൊന്നും നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. പുതിയ തലമുറയ്ക്ക് ഞാനത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പുതിയ തലമുറയ്ക്ക് അത് കേൾക്കാൻ ഇപ്പോൾ ആളില്ല. 5-6 വിദ്യാർത്ഥികളിൽ അവരും പോയി. പുതിയ തലമുറയ്ക്ക് അധ്യാപക വിദ്യാർത്ഥി ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാലത്തിലേക്ക് ചരിത്രം പോവുകയാണ്. അവിടെയാണ് അത് കേൾക്കാൻ ഇപ്പോൾ ആളില്ല, അത് പഠിക്കാൻ ഇപ്പോൾ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അധ്യാപക ദിനം രാജ്യം ആഘോഷിക്കുമ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് പുതിയ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കൂടി നമ്മുടെ കാലം പോകുന്നു. പക്ഷെ ഇത് സംഘടിപ്പിക്കാൻ ജാലകം പല പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് അതുകൊണ്ട് അവരോട് പ്രത്യേക അഭിനന്ദനമുണ്ട്. ഈ പല പരിപാടികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ സിനിമാ കാര്യമായാലും ഡിഫൻസിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള വിഷയങ്ങൾ ഏത് കാര്യത്തിലും അതിനെക്കുറിച്ച് ഒന്ന് ഒത്തുചേർത്ത് വയ്ക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. അതിന് ജാലകത്തിൻ്റെ പത്മകുമാർ അടക്കമുള്ള എൻ്റെ സംഘാടകരെ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ ഒരു അവസരം കൂടി തന്നതിനും അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്നും നമുക്ക് ആടി ഉലയാതെ അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയാൻ, മുറുകെ പിടിക്കാൻ കഴിയാൻ, അവരെ അധ്യാപകരുടെ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന കാലത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജാലകം സാംസ്കാരിക സമിതിയും മലയാളം ന്യൂസ് നെറ്റ്വർക്കും കൂടി സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത
കേരള രാഷ്ട്രീയത്തിലെ അതികായൻ മുൻ KPCC പ്രസിഡന്റും മന്ത്രിയും MP-യുമായിരുന്ന ശ്രീ K. മുരളീധരൻ അവരുടെ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ജാലകം സാംസ്കാരിക സമിതിയുടെ പ്രസിഡന്റും കോൺഗ്രസ് എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ KS അനിൽ, തിരുവനന്തപുരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ MR ഗോവൻ, CPIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ശ്രീ പാപ്പനംകോട് അജയണ്ണൻ, പൊതുപ്രവർത്തകൻ, എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ശാന്തിവള പത്മകുമാർ, പ്രൊഫസർ കാർത്തിയൻ സാർ, ഡോക്ടർ ഗിരിജ പ്രസാദ്, മലയാളം ന്യൂസ് നെറ്റ്വർക്കിൻ്റെ നവനീത്, മലയാളം ന്യൂസ് നെറ്റ്വർക്കിൻ്റെ ഡയറക്ടർ ശരണ്യ തുടങ്ങി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരെയും ബഹുമാനപ്പെട്ട വ്യക്തികളെയും ആദരപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.